റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത് എന്ന്. നമ്മിൽ എത്ര പേർ ദൈവത്തിന്റെ അടുക്കിലേക്ക് മകന്റെ ഭാവത്തിൽ ചെല്ലുന്നു? മകന്റെ ഭാവത്തിലാണോ ചെല്ലുന്നത്, അല്ലെങ്കിൽ ദാസത്വത്തിന്റെ ഭാവത്തിലാണോ? നാം ദാസന്മാരല്ല, പുത്രന്മാർ. നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഒരു വിധവ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവൾ ജീവമാർഗത്തിനായി ധനവാന്റെ വീട്ടിൽ ജോലിക്ക് പോകുമായിരുന്നു. അവൾക്ക് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്നതിനാൽ അവനെയും കൂടെ കൂട്ടി വീട്ടിന്റെ ഒരു മൂലയിൽ ഇരുത്തി അവൾ ജോലി ചെയ്യുമായിരുന്നു. ആ വീട്ടിന്റെ യജമാനന് ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ എല്ലാ ഭാഗത്തും ഓടി നടക്കുന്നു, സോഫയിൽ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നു, ബെഡിൽ കിടന്നുറങ്ങുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവിടെയെല്ലാം ഇരിക്കണം, ബെഡിൽ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായി. തന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇല്ല, നമ്മൾ വേലക്കാരാണ്, ദാസന്മാരാണ്, നമ്മൾ അവിടെയൊന്നും ഇരിക്കാനോ കിടക്കാനോ പാടില്ല എന്ന്. ആ കുട്ടി ചോദിച്ചപ്പോഴൊക്കെയും ഇതേ മറുപടി നൽകുകയായിരുന്നു. ഇങ്ങനെയിരിക്കെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അമ്മ രോഗബാധിതയായി മരണപ്പെട്ടു. ആ വീട്ടിന്റെ യജമാനൻ വളരെ നല്ലവനും ദയയുള്ളവനുമായിരുന്നു. അവൻക്ക് കുട്ടിയോട് ദയവ് തോന്നി. കുട്ടി അനാഥയായി പോയല്ലോ എന്ന് കരുതി അവനെ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ല വസ്ത്രം, ഭക്ഷണം നൽകി വീട്ടെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്റെ പിതാവ്. ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഇരിക്കാം, ഈ വീട് നിന്റേതാണ് എന്ന്. എന്നാൽ ആ കുട്ടി എന്തു ചെയ്യുന്നു? അവന്റെ മൈൻഡിൽ നാം ദാസന്മാർ എന്ന ചിന്തയാണ് ഇരിക്കുന്നത്. വന്നിരിക്കാൻ പറഞ്ഞാൽ സോഫയിൽ ഇരിക്കുന്നില്ല. അവൻ പണ്ട് ഇരുന്നിരുന്ന അതേ മൂലയിൽ പോയി ഇരിക്കുന്നു. ഒരു റൂം ബെഡ് നൽകിയിട്ട് കിടക്കാൻ പറഞ്ഞാൽ അവൻ ബെഡിൽ കിടക്കുന്നില്ല, നിലത്തിൽ കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ട്? കാരണം അവന്റെ മൈൻഡിൽ ചിന്തിക്കുന്നു, നാം ദാസന്മാരാണ്, വേല ചെയ്യുന്നവരാണ് എന്ന്. ഇതേ രീതിയിൽ തന്നെയാണ് നാം പഴയ നിയമത്തെ നോക്കി പുതിയ നിയമത്തിൽ നാം മക്കളായിരിക്കുന്നു, പുത്രരായിരിക്കുന്നു എന്ന് മറന്നു പോകുന്നു. ക്രിസ്തുവിന്റെ മുമ്പ് മനുഷ്യരെല്ലാം ദാസന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം മക്കളായിരിക്കുന്നു. ആ ഒരു മനോഭാവത്തിൽ ഫ്രീ ആയി നാം ദൈവത്തോടെ അടുക്കിൽ വരികയാണോ? ദാസൻ പണം അല്ലെങ്കിൽ ലീവ് വേണമെങ്കിൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തതിനാൽ ഭയത്തോട് ചോദിക്കുന്നു. എന്നാൽ മകൻ പണം ചോദിക്കണമെങ്കിൽ പിതാവോട് ധൈര്യത്തോട് ചോദിക്കുന്നു. അതുപോലെ നാം പിതാവോട് ധൈര്യത്തോട് ചോദിക്കുകയാണോ, അല്ലെങ്കിൽ ഭയത്തോടെ ദാസന്മാരെ പോലെ ചോദിക്കുകയാണോ?